ഹായ്, എൻ്റെ പേര് മെർലിൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വന്നിരിക്കുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. നമുക്കറിയാം, ഈ പരീക്ഷാ സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന വിഭാഗക്കാരായിരിക്കും കുഞ്ഞുങ്ങൾ. എന്നാൽ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ടെൻഷൻ അടിക്കുന്നവരാണ് അവരുടെ ടീച്ചേഴ്സും പേരൻസും. അപ്പം ഇന്ന് എങ്ങനെ കുട്ടികളെ പരീക്ഷാ സമയത്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ആസ് എ പേരൻറ്റ് നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ മക്കള് മോഡൽ എക്സാമിന്റെ തലേന്ന് വല്ലതും ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ TV കാണാനോ ഫോൺ എടുക്കാനോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൂടെ പല ചിന്തകൾ പോകും. ഇവനെല്ലാം പഠിച്ചിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അതോ ഇവളെല്ലാം എഴുതാനായിട്ട് ഓക്കെ ആണോ, ഇവള് പരീക്ഷയ്ക്കൊക്കെ വല്ല എഴുതി വെക്കൂ, ഇതിന് ബിറ്റ് വല്ല എഴുതുന്നുണ്ടോ, ഇങ്ങനത്തെ പല പല ചിന്തകൾ വരും. ഈ ചിന്തകളൊക്കെ തന്നെ നോർമൽ ആയിട്ടുള്ളതാണ്. എല്ലാ മാതാപിതാക്കൾക്കും ഈ ചിന്തകൾ ഈ ഒരു സമയത്ത് പോകും. അത് എസ്പെഷ്യലി നമ്മുടെ മക്കൾ ഇച്ചിരി പഠിക്കാൻ ഒരു ആവറേജ് വല്ലതും ആണെങ്കിൽ പിന്നെ തീർന്നു. അവർക്ക് ഈ ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ BP കൂടും, പേരൻസിന് ഭയങ്കരമായിട്ട് അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, ദേഷ്യപ്പെടും. പക്ഷെ ഇതെല്ലാ വീടുകളിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. പക്ഷെ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആവശ്യമില്ലാതെ നിങ്ങൾ എടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ എടുക്കുന്ന സ്ട്രെസ്സ് നിങ്ങളുടെ സമാധാനം മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ സമാധാനവും കുറയ്ക്കും, അതുവഴി അവരുടെ മാർക്കും കുറയും. ഈ ഒരു പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. കാരണം ഇപ്പം ഒരു കുട്ടി പഠിക്കുന്ന ലേണിംഗ് സ്റ്റൈൽ ആയിരിക്കത്തില്ല മറ്റൊരു കുട്ടിക്ക്. ഒരാളിപ്പം രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു, ഒരു വീട്ടിലെ ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ് അവൻ എഫക്റ്റീവ് എങ്കിൽ, നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ രാത്രിയിൽ ഇരുന്ന് പഠിക്കാനായിരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് രാത്രി പഠിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഒരാൾക്ക് കണ്ടു പഠിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം. അതായത് ഇപ്പോൾ ഒരു ഡയഗ്രാം, ആ ഡയഗ്രാം ഇപ്പം കാണാതെ പഠിച്ച് അതിൻ്റെ ഫങ്ഷൻസ് കാണാതെ പഠിക്കുന്നതിലും ബെറ്റർ എന്ന് പറയുന്നത്, ചിലപ്പോൾ ആ കുട്ടിക്ക് അത് കണ്ട് അതെവിടെയാണ് അതിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി അതായിരിക്കും പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ചിലർ ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും, ചിലർക്കെന്ന് പറഞ്ഞാൽ നോട്ട് എഴുതി പഠിക്കാനേ പറ്റുള്ളൂ. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഓരോ കുട്ടികളും പഠിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കണം നിങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പം ചില കുട്ടികൾക്ക് ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ മതിയാവും, അവരത് മനസ്സിലാക്കും. പക്ഷെ ചിലർക്കെന്ന് പറഞ്ഞാൽ 2-3 തവണയും കൂടി പറയണമായിരിക്കും, എന്നാലേ അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അവർ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, പക്ഷെ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത കാര്യങ്ങൾ അവർ മറന്നു പോകത്തില്ല. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അപ്പം ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്ന ഫ്രണ്ടിൻ്റെ മക്കളെ കമ്പയർ ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. പക്ഷെ അതൊരിക്കലും ശരിയായ ഒരു രീതിയല്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അതൊരു ശരിയായ രീതിയല്ല. എന്നോട് ഒരുപാട് പേരൻസ് ചോദിക്കാറുണ്ട്, മിസ്സേ ഈ സമയത്ത് ഞങ്ങൾ ഇനി എന്തുവാ ചെയ്തു കൊടുക്കണ്ടേ, അവനെല്ലാം ഉണ്ട്, ഇനി എന്തുവാ ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, എത്ര നേരം നിങ്ങളുടെ മക്കൾ പഠിച്ചു എന്നതിലല്ല കാര്യം, എത്ര എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്കൊരു സിലബസ് ഉണ്ടെങ്കിൽ ആ സിലബസ് മൊത്തം പഠിച്ചെടുക്കുക എന്ന് പറയുന്നതിലല്ല, എക്സാം പാറ്റേണിനനുസരിച്ച് എത്രമാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റി, എത്രമാത്രം അവൻ പ്രയോറിറ്റൈസ് ചെയ്ത ടോപ്പിക്കുകൾ കറക്റ്റായിട്ട് അവന് കവർ ചെയ്യാൻ പറ്റി എന്നതിലാണ് ഏറ്റവും കാര്യം. അതിന് വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ഒരു കുട്ടിയെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് നീ പഠിക്കുക എന്ന് പറഞ്ഞ് പ്രഷറൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മുറിക്കകത്ത് ഇരുന്ന് മോനെ നീ പഠിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. എന്നിട്ട് നമ്മളിങ്ങനെ ക്ലോക്കിൽ നോക്കിയിരിക്കും, അവൻ ഇനി എപ്പോഴിറങ്ങി വരുന്നത് എന്ന് നോക്കിയിട്ടിരിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സമയം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് ഒരു 10 or 20 മിനിറ്റ്സ് മാത്രമാണ് മാക്സിമം ഒരാളുടെ കോൺസെൻട്രേഷൻ സ്പാൻ എന്ന് പറയുന്നത്. അത്രയും നേരമാണ് ഒരു ടോപ്പിക്ക് അടുപ്പിച്ച് നമുക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്നത് മാക്സിമം. അതിൽ കൂടുതൽ അപ്പുറത്തോട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പം എന്താ പറയുക, ഏത് നേരവും പോയി കഥ തുറന്ന് പഠിക്കുന്നുണ്ടല്ലോ എന്ന് നോക്കലല്ല. നമ്മുടെ മക്കൾ അതിലേക്കാ ബുദ്ധിമാന്മാരാണ്. അപ്പം ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്താ പറയുക, ഇടയ്ക്കൊന്നും ചെയ്യില്ല, കഥവ് മാക്സിമം അടച്ചിടാതെ തുറന്നിട്ട് തന്നെ പിള്ളേർ പഠിക്കട്ടെ, അതിനിപ്പോൾ എന്താ. അപ്പം എന്നിട്ട് ഇടയ്ക്ക് പോവുക, അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ആഹാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് കുറച്ച് നേരം വർത്താനം പറയുക, ബാക്കി ഇരുന്ന് പഠിക്കാൻ പറയുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളും അവരും തമ്മിൽ ഒരു ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റ്
നമ്മൾ അറിയാതെ തന്നെ ക്രിയേറ്റ് ആവും. അതുവഴി ആ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന പ്രഷേഴ്സ്, അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് അവർ പറയും, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അവർ പറയും. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് കുട്ടികളുമായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക, അവരെ മോണിറ്റർ ചെയ്യുക, അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുക, തിരിച്ചു വരിക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മളും പിള്ളേരും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. ഈ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് കുഞ്ഞുങ്ങളിലെ നമ്മളോടുള്ള വിശ്വാസ്യതയും അതോടൊപ്പം തന്നെ അവരുടെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും സ്റ്റുഡൻസ് മാർക്കിനപ്പുറത്ത് അവർ ഒരു സെൽഫ് അപ്രൂവൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു അപ്രൂവലാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു സ്കൂളിലാണെങ്കിലും ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിനോട് അവർക്ക് സ്നേഹം ഉണ്ടാവും. അവർ പറയും ആ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ടീച്ചർ എപ്പോഴും ദേഷ്യപ്പെടുവാണെങ്കിൽ ആ കുട്ടിക്ക് ആ ടീച്ചറിന് അടുത്തേക്ക് പോകാനോ ആ മനസ്സിലുള്ള കാര്യങ്ങൾ അയാളോട് തുറന്നു പറയാനോ നല്ല പാടായിരിക്കും. എന്നാൽ അതേസമയം എടാ പോട്ടടാ സാരമില്ല, അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോട്ടെ മോളെ കുഴപ്പമില്ല എന്ന് പറയുന്ന ടീച്ചേഴ്സിനോട് എന്ത് കാര്യവും വന്ന് തുറന്നു പറയാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ പേരൻസും. അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്ന് പറയാൻ പറ്റണം. അത് അങ്ങനെ പറയാൻ പറ്റിയാൽ മാത്രമേ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനും അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് മനസ്സിലാക്കാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഞങ്ങൾ ഇടയ്ക്ക് കയറി വരേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ പഠിക്കുന്ന സമയം കുഞ്ഞുങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, പക്ഷെ ഇടയ്ക്ക് സമയങ്ങളിൽ ചെല്ലുക, അവരോട് കുറച്ച് നേരം സംസാരിക്കുക, തിരിച്ച് നിങ്ങൾ പോരുക. അപ്പോൾ ഈ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കണം. അതായത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് ചോദിക്കാം, മക്കളെ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണോ നിങ്ങൾ പഠിക്കുന്നത്, പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചില മക്കൾ അമ്മമാരോട് ചോദിക്കും, അതിന് അമ്മയ്ക്ക് ഇത് വല്ലതും അറിയാവോ, അമ്മയ്ക്ക് എന്താ പഠിക്കേണ്ടതെന്നുള്ള. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു മെക്കാനിക്കായിരുന്നു. അപ്പം എൻ്റെ അച്ഛനെ സംബന്ധിച്ച് അച്ഛന് ഞാൻ പഠിക്കുന്ന ടോപ്പിക്കുകൾ പറഞ്ഞു തരാൻ അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അറിയായിരുന്നു എങ്ങനെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണം, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പം പഠിക്കുന്ന സമയമാണെങ്കിലും എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, മോളെ നീ ഇപ്പം ഞാൻ ചിലപ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അച്ഛൻ പറയും, മോനെ നീ അങ്ങോട്ടും പോയിരുന്നു കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് വാ, അല്ലെങ്കിൽ ഇച്ചിരി പോയി കുറച്ച് നേരം പോയി ഒന്ന് വെള്ളം കുടിച്ചിട്ടൊക്കെ വാ എന്ന് പറയും. അപ്പം പുള്ളി പറയുന്ന ഒരു ചെറിയ കാര്യമാണെങ്കിലും അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുമായിരുന്നു, ആ പപ്പയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, എനിക്ക് മടുത്തു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ എഫേർട്ടിനെ പോലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് അവരിലേക്ക് ഇമോഷണൽ സേഫ്റ്റി അവരിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, സെൽഫ് കോൺഫിഡൻസ് അവരിൽ ബിൽഡ് ചെയ്യിപ്പിക്കും. ഈ സെൽഫ് കോൺഫിഡൻസ് ഉറപ്പായിട്ടും അവരുടെ എക്സാം സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യും. ഞാൻ കണ്ടിട്ടുള്ളൊരു ജനറൽ ട്രെൻഡാണ് എക്സാം എടുക്കുമ്പോഴത്തേക്കും TV കാണലിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഒഴിവാക്കുക, അതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിന് കുഞ്ഞുങ്ങളെ വഴക്ക് പറയാം. ഇത് രണ്ടും ശരിയായൊരു നടപടിയല്ല. കാരണം നമ്മൾക്കും അവർക്കും ഒരുപോലെ തന്നെ ഇത് രണ്ടും ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാബിറ്റ് മാറ്റി വെക്കുമ്പം നമുക്കുണ്ടാകുന്ന അതേ ഫ്രസ്ട്രേഷൻസ് ഈ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും. അപ്പം മാക്സിമം അവരെ ഈ ഒരു TV കാണുക അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിനേ ചെയ്യല്ല വേണ്ടത്, അവർക്ക് കൊടുക്കുക. പക്ഷെ അതിനും ഒരു കൃത്യമായിട്ടൊരു ലിമിറ്റ് വെക്കുക, ഒരു ടൈം ലിമിറ്റ് കൊടുത്ത് ആ സമയത്ത് അവർക്കത് കാണാനായിട്ട് പെർമിഷൻ കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ TV കാണുന്ന സമയത്ത് ഒരു കുഞ്ഞ് വന്നിരിക്കുവാണെങ്കിൽ നമ്മൾ പറയും, നീ 10-ലല്ലേ നീ പോയി പഠി എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയിട്ട് നമ്മളിരുന്ന് TV കാണുന്നത് അതൊട്ടും ശരിയായ ഒരു രീതിയല്ല. ബിക്കോസ് നമ്മളും അവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു വില, അതായത് നമ്മളും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നുകയുള്ളൂ. അതുവഴി മാത്രമേ അവർക്കൊരു ഇൻട്രൻസിക് മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അപ്പം പിന്നീട് ഒരു കാര്യവും കൂടി നിൻ്റെയോടൊപ്പം കൂട്ടിച്ചേർത്തോട്ടെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പം ഒരു PTA മീറ്റിങ്ങിന് വന്ന് നമ്മളോട് സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സാധാരണ യൂഷ്വലി പോകുന്ന സമയത്തോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ മോനെ എനിക്കറിയാം അവൻ അത്രയ്ക്ക് പഠിക്കാൻ എടുക്കാനൊന്നും അല്ല, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയാതിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വില കൊടുത്തില്ലെങ്കിൽ മറ്റാരും നമ്മുടെ കുഞ്ഞുങ്ങളെ വിലമതിക്കില്ല. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് അവരെ ചേർത്ത് നിർത്തുക. അത് ഉറപ്പായിട്ടും അവരുടെ ഭാവിയിലേക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാവും. ഓക്കെ, താങ്ക് യു.